ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇ. ഇന്ന് നമുക്ക് ലിസണിങ്ങിനെ കുറിച്ച് പഠിക്കാം. ലിസണിങ് ഇമ്പ്രൂവ് ആക്കാനായിട്ടുള്ള കുറച്ച് പൊതുവെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പൊതുവേ സ്റ്റുഡൻസിന് റീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ട് പറയുന്ന ഒരു മൊഡ്യൂളാണ് ലിസണിങ്. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയാൽ നമ്മുടെ 4 മൊഡ്യൂളിലും ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മൊഡ്യൂളാണ് ലിസണിങ്. കാരണം ലിസണിങ്ങിൽ നമുക്ക് എ പാർട്ടിൽ ഒരു 24 ആൻസേഴ്സ് ഉണ്ട്. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. മാക്സിമം നമുക്ക് എബോ ഒരു 20 സ്കോർ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സാധിക്കും. അപ്പോൾ ലിസണിങ് ഈസിയാണ്, കൃത്യമായി പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലിസണിങ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ആക്കുക എന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് നമ്മൾക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള പഠന ശൈലിയാണ്. ഡെയിലി ലിസണിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് OET പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എപ്പോഴും നമുക്കതൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ വൈൽ ട്രാവലിംഗ്, നമ്മൾ ജോലി സ്ഥലത്ത് നിന്നും നമ്മുടെ വീട്ടിലോട്ടേക്ക് പോകുന്ന സമയം, അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയം പോഡ്കാസ്റ്റ് ചെവിയിൽ വെച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ ലിസണിങ് മെറ്റീരിയലിൻ്റെ എ പാട്ട്, ബി പാട്ട്, സി പാട്ട് എല്ലാം നമ്മൾക്ക് ചെവിയിൽ വെച്ച് നമ്മൾക്ക് കേൾക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെല്ലാ ദിവസവും ചിലപ്പോൾ നമ്മൾ ഒരു യൂഷ്വൽ ഹാബിറ്റ് ആയിരിക്കും നമ്മൾ പാട്ടൊക്കെ കേട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ലിസണിങ് കേട്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ശൈലി നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നമ്മൾക്ക് ലിസണിങ് ഇത്തിരി കൂടെ എളുപ്പമാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പോഡ്കാസ്റ്റ് ഡെയിലി കേൾക്കുക എന്നുള്ളതാണ്. ആ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ ഒരു എഴുതുന്ന ശൈലി കൂടെ നമ്മൾ അതിനൊപ്പം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾക്ക് ഡെയിലി പോഡ്കാസ്റ്റ് കേൾക്കുകയും അതോടൊപ്പം എഴുതുകയും നമ്മൾക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ലിസണിങ് ചെയ്യുന്ന സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കുറയുമോ എന്ന് ഒത്തിരി കുട്ടികൾ ചോദിക്കാറുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കുറയുന്നതായിട്ട് തന്നെയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പൊതുവെ എല്ലാവരും പറയാറുണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്ക് കുറയില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത് അവർ മാർക്ക് കുറയ്ക്കുന്നുണ്ടെന്ന് തന്നെയാണ് കുട്ടികളുടെ റിസൾട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും വീഡിയോ ഇടുന്നവർ ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നവരായിരിക്കും. അപ്പം അതുകൊണ്ടാണ് അവരങ്ങനെ ഒരു എപ്പോഴും പറയുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് കുറയ്ക്കില്ല എന്നുള്ളത്. എന്നെപ്പോലുള്ള ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സിന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ നന്നായിട്ട് ലിസണിങ്ങിന് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 340, 330 ഇങ്ങനെയൊക്കെ മാർക്കിന് കുറഞ്ഞ് ഒരു 10 പോയിൻറ്റ്സ്, 20 പോയിൻറ്റ്സിന് അങ്ങനെയൊക്കെ കുറഞ്ഞ് C+ലോട്ടേക്ക് മാറുമ്പം നമ്മൾക്ക് കൃത്യമായിട്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാകും, ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് കുറയ്ക്കുന്നുണ്ട്. ഇത് 3-4 വർഷമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകാതെ നമ്മൾ മാക്സിമം ശ്രമിക്കുക. വലിയ മെഡിക്കേഷൻസ് പേരൊന്നും ഇപ്പോഴങ്ങനെ ചോദിക്കാറില്ല ലിസണിങ്ങിൽ. കുറേ നാളുകളായിട്ട് മെഡിക്കേഷൻസ് പേരുകളൊന്നും ചോദിക്കാറില്ല. അപ്ഡേറ്റഡ് വീഡിയോ കാണുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് മനസ്സിലാകും വലിയ മെഡിക്കേഷൻസ് ഒന്നും ചോദിക്കാറില്ല. നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്ന ലിസണിങ്ങിൻ്റെ മെറ്റീരിയൽസിനകത്ത് എപ്പോഴും നമുക്ക് മെഡിക്കേഷൻ ചോദിക്കാറുണ്ട്. പക്ഷേ വളരെ റെയറാണ് നമുക്ക് എക്സാമിൽ മെഡിക്കേഷൻസ് ചോദിക്കുക എന്നുള്ളത്. വല്ലപ്പോഴും ഒരു വർഷത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 1-2 പ്രാവശ്യം ചോദിച്ചാലേ ഉള്ളൂ. അല്ലാതെ നമ്മളോട് മെഡിക്കേഷൻസിൻ്റെ പേര് ചോദിക്കാറില്ല. അപ്പോൾ നമുക്ക് വരുന്ന യൂഷ്വൽ വേർഡ്സ് ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ തന്നെ വേർഡുകളാണ്. അത് നമ്മൾ വരുമ്പോൾ തന്നെ ആ സ്പെല്ലിങ് നമുക്ക് എറർ ഉണ്ട്, നമ്മൾ കറക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്കൊരു പരിധി വരെ എന്നല്ല മാക്സിമം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, എങ്ങനെയാണ് നമ്മുടെ ലിസണിങ് സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക? നമ്മൾക്കെല്ലാം അറിയാം, നമ്മളൊന്നല്ലെങ്കിൽ മലയാളം മീഡിയം ബേസിൽ നിന്ന് വരുന്ന പിള്ളേർ, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു ലിസണിങ് കേൾക്കുന്നത് നമ്മൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമ്മൾ നേഴ്സുമാർ നമ്മളത് കേൾക്കുന്നത് വളരെ കുറവാണ്. ലിസണിങ് കേൾക്കുന്നത് പിള്ളേർ തന്നെ ഇങ്ങോട്ട് പറയാറുള്ളതാണ്, എനിക്ക് റീഡിങ്ങിൻ്റെ എബിലിറ്റി കുറവാണ്, റീഡിങ് ബുക്സ് ചെയ്യാറില്ല, അതുപോലെ തന്നെ ലിസണിങ് ആണെങ്കിലും അങ്ങനെ അധികം കേൾക്കാറില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് സ്കിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ OET പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എന്നെക്കൊണ്ട് എത്രത്തോളം ആകും, എനിക്ക് എത്രത്തോളം കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അത് സ്കോർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇനി പറയുന്ന ഒരു കാര്യം,
നമുക്കൊരു എപ്പോഴും ലിസണിങ്ങിന് റൈറ്റിങ്ങിന് നമുക്കൊരു ബുക്ക് വേണം, നോട്ട് ബുക്ക് വേണം. അതിലാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത് വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അതിനൊരു ബുക്ക് വേണം. അതുകൂടാതെ ഞാൻ കമ്പൽ ചെയ്ത് പിള്ളേരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ലിസണിങ്ങിന് എപ്പോഴും ഒരു ബുക്ക് വേണം. ഓക്കെ, ബിയുടെയും സി പാർട്ടിൻ്റെയും ആൻസേഴ്സ് നമ്മൾ ആ ബുക്കിൽ എഴുതിയില്ലെങ്കിൽ പോലും നമ്മൾ ലിസണിങ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, 1 to 24 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ലിസണിങ്ങിൽ ആൻസേഴ്സ് എപ്പോഴും ആ ബുക്കിൽ നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ആ ബുക്കിൽ എഴുതിയതിന് ശേഷം നമ്മൾക്ക് കറക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ, പ്രൊപ്പോസിഷനാണോ, ആർട്ടിക്കിളാണോ, എന്താണ് മിസ്റ്റേക്ക് ആയിട്ടുള്ളത്, അത് വേർഡ് തന്നെ നമ്മൾക്ക് കേട്ടിട്ട് മനസ്സിലാക്കാതെ പോയതാണോ, അത് നമ്മൾ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ കൃത്യമായിട്ടുള്ള ആൻസർ നമ്മൾ എഴുതാത്ത ഭാഗത്ത് എഴുതുക. അത് റെഡിങ് വെച്ചോ, നമ്മൾ എഴുതുന്ന ഇപ്പോൾ പെൻസിൽ വെച്ചാണെങ്കിൽ പേന വെച്ച് എഴുതാം. പേന വെച്ചാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മളത് റെഡ് പെൻ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് ആ വേർഡും കൂടെ എഴുതുക. അതിനുശേഷം നമ്മൾക്ക് അന്നത്തെ ദിവസം എത്ര നമ്മൾ എ പാർട്ട് ചെയ്തോ, ഞാൻ മാക്സിമം എ പാർട്ട് ചെയ്യാൻ പറയും. മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ബി പാർട്ടും കൂടെ ചെയ്യാനായിട്ട് പറയും. എ പാർട്ട് നമ്മൾ എത്ര ചെയ്യുന്നുവോ അത്രയും വേഗം നമുക്ക് ലിസണിങ്ങിലോട്ടേക്ക് 350 സ്കോർ ചെയ്യാൻ, അതായത് 32 റൈറ്റ് ആൻസേഴ്സ് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ആ എഴുതുന്ന സമയത്ത് നമ്മൾ ആ വേർഡിൻ്റെ കറക്റ്റഡ് ആയിട്ടുള്ള വേർഡും കൂടെ എഴുതി വെക്കുക. അന്നത്തെ ദിവസം കിട്ടാത്ത വേർഡ്സ് അത് നമ്മൾ കാണാതെ പഠിച്ച് അല്ലെങ്കിൽ ഫെമിലിയർ ആക്കി വെക്കുക. ഇത് നമ്മളെ ഒത്തിരി നമുക്ക് യൂസ്ഫുള്ളാണ്. കാരണം ഇത്രയും വർഷമായിട്ട് നമ്മൾ ലിസണിങ് എക്സാമിന് കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, റിപ്പീറ്റഡ് വേർഡ്സാണ് എപ്പോഴും ചോദിക്കുന്നുള്ളൂ. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നു എന്നാണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നിട്ട് അവർ പറയുകയാണ്, എൻ്റെ ഹിപ്പിൽ എനിക്ക് ഈ ഇഞ്ചുറി ഉണ്ടായി. അപ്പോൾ ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഹിപ്പായിരിക്കും, HIP. ട്രക്ക് ഡ്രൈവർ, അവരുടെ ജോലിയെ സംബന്ധിച്ച് നിൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുകയാണ് പേഷ്യൻ്റ് അടുത്ത്. അപ്പോൾ ഞാൻ ആമേ ട്രക്ക് ഡ്രൈവർ. ഇങ്ങനെയുള്ള കോമൺ വേർഡ്സാണ്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ്, എന്തെങ്കിലും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പറയുന്നത്. പിന്നെ അവരുടെ ഫാദറിനോ മദറിനോ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും 1 or 2 ഡിസീസ് കണ്ടീഷൻ. ഇതെല്ലാം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന വേർഡ്സ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ലിസണിങ് മെറ്റീരിയൽ കൃത്യമായിട്ട് ആൻസർ നമുക്ക് കിട്ടാത്തത് എഴുതി വെച്ച് വാക്കുകൾ ഫെമിലിയർ ആക്കുക, സ്പെല്ലിംഗ് ഫെമിലിയർ ആക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ലിസണിങ് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു കാര്യം, കുട്ടികൾക്ക് ഒട്ടും സ്പീഡില്ല എന്നുള്ളതാണ്. ഞാൻ റൈറ്റിങ്ങിന് കറക്ഷൻ കൊടുക്കുമ്പോൾ ആദ്യം ഇതൊക്കെ കുട്ടികൾ മറ്റുള്ള ട്രെയിനേഴ്സിനെ കുറിച്ച് പറയുന്നതാണ്, ഒട്ടും സമയം തരത്തില്ല എഴുതാനായിട്ടെന്ന്. ഐ ആം റൈറ്റിംഗ്, ഇതൊക്കെ LKG പിള്ളേർ എഴുതുന്ന ആ ഒരു സ്പീഡിലാണ് എഴുതി പഠിക്കുന്നത്. സ്പീഡ് വളരെയധികം അത്യാവശ്യമാണ്. നമുക്കറിയാലോ, അവർ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ കേൾപ്പിക്കത്തില്ല, ഓഡിയോ കേൾപ്പിക്കില്ല. ഓഡിയോ നമുക്കെപ്പോഴും വൺസ് ആണ് അവിടെ പ്ലേ ചെയ്യുന്നത്. ആ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനൊപ്പം ഓടിപ്പോയാലേ നമുക്ക് കിട്ടുകയുള്ളൂ. ഒരു വാക്ക് എഴുതി എടുത്തിട്ട് നമ്മൾ സ്പീഡ് കുറവാണെങ്കിൽ അടുത്ത വാക്കിലോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് ആൻസർ മിസ്സാവും. ഇതാണ് എപ്പോഴും കുട്ടികൾ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ആൻസർ മിസ്സായി പോകുന്നു. കേൾക്കുന്നുണ്ട്, എന്തോ ഒന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് ഞങ്ങൾക്ക് എഴുതാനായിട്ട് സമയം കിട്ടുന്നില്ല. അതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ആൻസർ മിസ്സായി പോവുകയാണ്. ഇതെപ്പോഴും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്. അത് മിസ്സായി പോകുന്നത് ഓഡിയോയുടെ മാത്രം കുഴപ്പമല്ല, നമ്മുടെ സ്പീഡിൻ്റെ കുറവാണ്. അപ്പോൾ പോഡ്കാസ്റ്റ് എഴുതി അതിനൊപ്പം തന്നെ എഴുതുമ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾക്കൊരു 3, 4, 5 വേർഡ്സ് ഒക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുള്ളൂ അതിനൊപ്പം എഴുതാനായിട്ട്. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് 10 വേർഡ്സ് കിട്ടും, അടുത്ത ദിവസം നിങ്ങൾക്ക് 15 വേർഡ്സ് കിട്ടും. അതിനർത്ഥം യു ആർ ഇംപ്രൂവിങ് യുവർ സെൽഫ്. നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുള്ളതാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. സ്പീഡ് ഇമ്പ്രൂവ് ആക്കാതെ നമ്മൾക്ക് ലിസണിങ്ങിനകത്ത് 1 to 24 ചെയ്യാനായിട്ട് വളരെയധികം ഡിഫിക്കൽട്ടാണ്. നമുക്ക് 350 കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന വളരെ വലിയൊരു ഭാഗമാണ് പാർട്ട് 1 to 24. സോ അതിനോട് നമ്മൾ ഫെമിലിയർ ആകുക. ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം ഉപയോഗിക്കുക. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് ഷുവറാണ് നിങ്ങൾക്കൊരു 1 മന്തിനുള്ളിൽ OET-യിൽ 30 റൈറ്റ് ആൻസേഴ്സ് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി അപ്പോൾ ഒരു 2 മാസമൊക്കെ എടുത്ത് എക്സാം എഴുതുന്ന കുട്ടികളാണ് എങ്കിൽ ഒരു 1.5 മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ കറക്റ്റായിട്ട് എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് 30 to 35 നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും യൂസ് ചെയ്യുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് ലിസണിങ്ങിലോട്ടേക്ക് ലിസണിങ് ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും കൊടുക്കുന്നില്ലാത്ത ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. എൻ്റെ ഓൺ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്.
അത് അവർക്ക് യൂസ്ഫുള്ളുമായിട്ടുണ്ട്. എനിക്കെപ്പോഴും ഒരു എക്സാമിന് ഒരു 2 എക്സാമാണ് നമുക്ക് ഉള്ളത് ഒരു മന്തിൽ. അതിനകത്ത് എൻ്റെ എഴുതുന്ന എപ്പോഴും 3 കുട്ടികളാണ് എഴുതുന്നതെങ്കിൽ 3-ൽ 3 പേരും തന്നെ ജയിക്കാറുണ്ട്, അല്ലെങ്കിൽ 2 പേരെങ്കിലും എനിക്ക് ജയിക്കാറുണ്ട്. എനിക്ക് അത്രത്തോളം എൻ്റെ കുട്ടികൾ ജയിച്ച് പോയിട്ടുള്ള കുട്ടികളാണ്. അപ്പം ഇത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.